നമസ്കാരം. ഞാൻ രമിത രാജൻ, സ്റ്റുഡൻറ് കൗൺസിലർ ഓഫ് ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്. മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ മാനസികമായും സാമൂഹികപരമായും എന്താണ് സംഭവിക്കുന്നത്? അത് മനുഷ്യനെ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും മറ്റൊരു മാനസികാവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്നു. അതായത് നമ്മുടെ മാനസികമായ എല്ലാ അവസ്ഥകളെയും ഏകോപിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളാണ്. ആ തലച്ചോറിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ പുറമേ നിന്നുള്ള ഒരു ശക്തി, അതായത് നമ്മൾ കഴിക്കുന്ന ലഹരി പദാർത്ഥങ്ങളിലെ കെമിക്കലുകൾ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയിലും കാര്യമായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. ഈ കാര്യമായ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണ വിധേയമാകുന്ന രീതിയിൽ ആയിരിക്കില്ല. മാനസികവും ശാരീരികവുമായ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ച് നമ്മെക്കൊണ്ട് ഓരോരോ പ്രവൃത്തികളും ചെയ്യിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ നിന്നും പുറകോട്ട് പോകുന്നു. അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അലസനായി മാറി ജോലികളൊന്നും ചെയ്യാതെയാകുന്നു. അതുപോലെ യാതൊരു തരത്തിലുള്ള ക്രിമിനൽ വാസനകളും ഇല്ലാത്ത ഒരു വ്യക്തി കൊലപാതകം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. പല രീതിയിലുള്ള മാനസിക രോഗങ്ങൾ, ബൈപോളാർ ഡിസോർഡേഴ്സ്, സ്കീസോഫ്രീനിയ ആൻഡ് പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് തുടങ്ങിയ തീവ്രമായ മാനസിക രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ രോഗാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തി റിയാലിറ്റിയിൽ നിന്നും ഡിസ്കണക്റ്റായി മനസ്സിൽ നെയ്തെടുക്കുന്ന ഒരു ഫാൻറ്റസി വേൾഡിലായിരിക്കും ജീവിക്കുക. ലൈക്ക് ഹാലൂസിനേഷൻ, ഡെല്യൂഷൻ, ശേഷം പാരനോയ സിറ്റുവേഷനിലെത്തുക, അതായത് അകാരണമായ ഭയം, പെട്ടെന്ന് വയലൻ്റ് ആവുക, അവസാനം അതൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു എന്ന ചിന്താഗതിയിൽ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നു. ഇതൊക്കെയാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിൽ ഇപ്പോൾ പതിവായി കണ്ടുവരുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത്തരം സാമൂഹികമായ വിപത്തിനെ ക്ഷണിച്ചു വരുത്തുന്നത്? നല്ലൊരു ഭാവിയുള്ള നമ്മൾ ഓരോരുത്തരും നല്ലൊരു വിദ്യാർത്ഥിയായി, നല്ലൊരു മകനോ മകളോ ആയി, നല്ലൊരു ഭാര്യ ഭർത്താവൊക്കെ ആയി ജീവിക്കുക, അതല്ലേ ഏറ്റവും നല്ലത്. അതുപോലെ ലഹരിയുടെ ലഭ്യതയും ഉപയോഗവും നിയന്ത്രിക്കുന്നതിന് വേണ്ടി സാമൂഹികവും നിയമപരവുമായ ഇടപെടൽ അനിവാര്യമാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവതലമുറയെ തിരിച്ചറിയുക, പ്രോപ്പറായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ്, അസസ്മെൻറ്റ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് നൽകുക. താങ്ക് യു.